അതിൽ മുഴുവനും ഈ ആത്മാവ് പരന്നു കിടക്കുകയാണ്. അതിൽ നിന്നൊക്കെ അത് പിടിക്കാൻ 250 മലക്കുകൾ വലഭാഗത്ത് വന്ന് നിൽക്കുന്നു, 250 മലക്കുകൾ ഇടഭാഗത്ത് വന്ന് നിൽക്കുന്നു. ഈ മലക്കുകൾ പതിയെ പതിയെ പിടിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കാലിന്റെ വിരൽ മുതൽക്ക് മുട്ടുവരേക്കും 50, മുട്ട് മുതൽ കരവരേക്കും വേറെ 50, വേറെ അവിടെ നിന്ന് അങ്ങോട്ട് നെഞ്ഞുവരേക്കും വേറെ 50, കൈവിരലുകളിൽ നിന്ന് മുട്ടുവരേക്കും വേറെ മലക്കുകൾ. ആ മലക്കുകളതാ അവിടുന്ന് ഷോൾഡർ വരെ ഇങ്ങനെ ഘട്ടം ഘട്ടങ്ങളായി ഈ മലക്കുകൾ പിടിക്കുകയാ. പിടിക്കുമ്പോൾ അവൻ അനുഭവപ്പെടുന്നതോ സുബ്ഹാനല്ലാഹ്, മണിക്കൂർ കണക്കിന് നീണ്ട പരിപാടി. 2 മണിക്കൂർ പ്രഭാഷണം, അല്ലെങ്കിൽ 10 മണിക്കൂർ പ്രഭാഷണം. അത് എത്ര സെക്കൻഡ് കൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊരു മെമ്മറിയിലേക്ക് എത്ര പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നു. ഒന്നുപോലും കുറയാതെ നിമിഷ നേരം കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നത് പോലെ ഈ സംഭവങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നും ഇതിനൊക്കെ ഒരുപാട് സമയം വേണ്ടേ? വേണ്ട വേണ്ട. പഴയ കാലത്ത് 20,000 തൊഴിലാളികള് മാസങ്ങളോളം ചെയ്തിരിക്കുന്ന പണികള് ഇന്ന് എത്ര പെട്ടെന്നാ JCBയും അതുപോലത്തെ മെഷീനുകളും ചെയ്യുന്നത് എന്നതൊരു ഉദാഹരണമായി പറയാമെങ്കിൽ, ഈ മലക്കുകളൊക്കെ എത്ര പെട്ടെന്നാണ് ഇതെല്ലാം ചെയ്തു തീർക്കുന്നതറിയോ? നിമിഷ നേരം കൊണ്ട് മരിച്ചു വീഴുന്നവനും ഇതൊക്കെ അനുഭവിക്കുന്നു, അവനിലും സംഭവിക്കുന്നു. പക്ഷേ ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് വലിച്ചൂരുമ്പോ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നത് അറിയണേ. ഓ സഹോദരാ, നമ്മിൽപ്പെട്ട ഒരാളുടെ നഖത്തിന്റെ ഉള്ളിലൂടെ ഒരു ആണി അങ്ങോട്ട് കുത്തിക്കേറ്റിയാൽ എങ്ങനെയുണ്ടാകും? അവനത് സമാധാനത്തോടുകൂടി കണ്ടു നിൽക്കുമോ? അവൻ സമാധാനത്തോടുകൂടി അവൻ നിൽക്കുമോ? അല്ലാഹ് വാവിട്ട് കരയൂലേ? കൈകാലുകളിട്ട് നിലത്തടിക്കൂലേ? വല്ലാതെ അസ്വസ്ഥനാകൂലേ? ഞാൻ ചോദിക്കുന്നു, ഒരാണി അങ്ങ് കേറുമ്പോ നീ കിടന്നിങ്ങനെ പെടയുന്നത് എന്തിനാ? ഇങ്ങനെ കിടന്ന് ആർക്കുന്നത് എന്തിനാ? ഒന്നുമല്ല, ഒരു ആണി നമ്മുടെ താടിയുടെ താഴ്ഭാഗത്തു കൂടെ മേൽപോട്ടങ്ങി കയറ്റിയാൽ, കയ്യിന്റെ നഖത്തിൽ കൂടി അങ്ങ് തുളച്ചു കയറ്റിയാൽ വേദന കൊണ്ട് പെടയുകയാ. എന്താണ് അങ്ങനെ വേദനിക്കുന്നത് എന്നറിയോ? ആണിയൊന്നും ചെയ്തിട്ടല്ല, ആണിയൊന്നും പ്രവർത്തിച്ചിട്ടല്ല. ഈ ആത്മാവ് ശരീരത്തിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിക്കൊടുക്കുകയാ. ആണി കയറുന്ന സ്പേസിൽ നിന്ന് മാറിക്കൊടുക്കുകയാണ്. അതിൻ്റെ വേദനയാ. ആത്മാവില്ലെങ്കിൽ വേദനിക്കില്ലല്ലോ. ആത്മാവില്ലാത്ത ശരീരത്തെ എന്തു ചെയ്താലും ശരീരമറിയില്ല. പക്ഷേ ആത്മാവുള്ളത് കൊണ്ടാണ് വേദനിക്കുന്നത്. ഇത് ഈ ഒരാണി അങ്ങോട്ട് കയറുന്ന സമയത്തുണ്ടാകുന്ന അനുഭവമാണെങ്കിൽ, മരിക്കുമ്പോ ഈ ശരീരത്തിന്റെ ഓരോ രോമക്കുത്തുകളിലും ഇതുപോലെ ആണികൾ കയറുന്നത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടൂ, ഒന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഇതാണൊരു മനുഷ്യന്റെ നോർമൽ മരണമെന്ന് പറയുന്നത്. വേദനിക്കാത്ത ഭാഗങ്ങളില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്.
ഷദീദ്. അതേ മരണത്തിന്റെ വേദന അത് ഹഖാണ്, അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് മിഥ്യയല്ല, അത് കേവലം അവതരണമല്ല. ഈ മരണത്തിന്റെ വേദന ഇത്രമാത്രം ഭീകരമാണെങ്കിൽ എന്താണ് മരിക്കുന്ന സമയത്ത് ആളുകൾ കയ്യും കാലും നിലത്തിട്ടടിച്ച് കരയാത്തത്? ഗസാലി ഇമാം അതിന് മറുപടി പറയുന്നുണ്ട്, മോനെ, ഒരാൾ നിന്റെ കയ്യോ കാലോ പിടിച്ച് ആണി കുത്തിക്കേറ്റുമ്പോൾ അവിടെ മാത്രമാണ് നിനക്ക് വേദന അനുഭവപ്പെടുന്നത്. നിന്റെ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഫ്രീ ആണ്. അതുകൊണ്ട് പെടയാനും ഇളകാനും കരയാനും നിനക്ക് കഴിയും. മരിക്കുന്ന സമയത്ത് അങ്ങനെയല്ല. നിന്റെ ശരീരത്തിൽ വേദനിക്കാത്ത ഒരു ഭാഗമില്ല. സർവ സ്ഥലങ്ങളിലും ഇതുപോലെ വേദനിക്കുന്നത് കൊണ്ട് നിന്റെ നാവിന്റെ തുഞ്ചം മുതൽക്ക്, നിന്റെ അണ്ണാക്ക് മുതൽക്ക്, നിന്റെ ചങ്ക് മുതൽക്ക്, നിന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഇതുപോലെ വേദനിക്കുന്നതിനാൽ നിനക്ക് അനങ്ങാൻ കഴിയില്ല, കരയാൻ കഴിയില്ല, പറയാൻ കഴിയില്ല, പെടയാൻ കഴിയില്ല. നിസ്സഹായാവസ്ഥയിൽ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ചൊരിയാനല്ലാതെ നിന്റെ കാലുകൾ അനക്കാൻ കഴിയില്ല, കൈകൾ ഇട്ടടിക്കാൻ കഴിയില്ല. നിന്റെ കാലുകൾ തളർന്നു പോയി, കൈകൾ മലർന്നു പോയി, കണ്ണുകൾ തുറിച്ചു പോയി, വാ പൊളന്നു പോയി, നാവ് പരമാവധി താഴേക്ക് തൂങ്ങിപ്പോയി. അല്ലാഹ് ആരോഗ്യവാനായ 40-45 വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടവരുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അവനോടിനി വഴുത് പറയേണ്ടി വരില്ല. മരിച്ചു കിടക്കുന്നതല്ല, മരണത്തിന്റെ മുമ്പല്ല, മരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഷുഗർ ഇല്ലാത്ത, മറ്റു രോഗങ്ങളില്ലാത്ത, ആരോഗ്യം ഉള്ള ഒരു മനുഷ്യൻ മരിക്കുന്നത് കണ്ടാൽ, അവന്റെ കണ്ണുമേൽ പോട്ട് തുറിക്കുന്നത് കണ്ടാൽ, അവന്റെ നാവ് പുറത്തേക്ക് തൂങ്ങുന്നത് കണ്ടാൽ, അവന്റെ വാ പൊളക്കുന്നത് കണ്ടാൽ, അവന്റെ വൃഷ്ടമേൽ പോട്ട് കയറുന്നത് കണ്ടാൽ, അവന്റെ കൈകൾ തളരുന്നത് കണ്ടാൽ, അവന്റെ കാലുകൾ കുഴയുന്നത് കണ്ടാൽ, ഈ രംഗം കണ്ടാൽ പിന്നെ വഴുത് പറയണ്ട. ആ സമയത്ത് അവനൊന്നും കഴിയില്ല. അതുകൊണ്ടവൻ കരയില്ല, അതുകൊണ്ടവൻ പറയില്ല. ഇത് സത്യമാണ്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗതി. അല്ലാഹ് ഈ മലക്കുകൾ മുഴുവനും ചേർന്ന് ഇവന്റെ ആത്മാവ് കൊണ്ടുപോയി എവിടുന്നാണോ ആത്മാവ് സന്നിവേശിപ്പിച്ചിരുന്നത് ഹാർട്ടിൽ ചെന്ന് കൊണ്ടിടുമ്പോൾ ആ ഹാർട്ടിൽ ഈ ആത്മാവ് നീരാളിപ്പിടുത്തം പിടിക്കുന്നു. ആത്മാവിന് ഏറ്റവും സാമ്യം മെർക്കുറിയോടാണ്. അല്ലാഹ്, മെർക്കുറി എന്ന് കേട്ടിട്ടില്ലേ? കാണാനും പിടിക്കാനും കഴിയാത്ത അതേ ദ്രാവകം പോലുള്ള ഒരു വസ്തുവ, ചെറിയ തേനീച്ചയുടെ വലിപ്പമാ. അത് കടന്ന് നീരാളിപ്പിടുത്തം പിടിച്ചാൽ അവിടുന്ന് വിടൂല. ആ രൂപത്തിൽ പിടിക്കുമ്പോഴാണ് നിങ്ങൾ കണ്ടില്ലേ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ രോഗിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ ഡോക്ടർമാര് നെഞ്ഞത്തിടിക്കുന്നു. ഇടിച്ചുകൊണ്ട് ഈ ആത്മാവിന്റെ പിടുത്തം പിടിക്കാൻ ശ്രമിക്കുന്നു, വിടൂല. നിന്റെ പെട്ടെന്ന് നിന്റെ കൈകളിൽ നിന്ന് തുടങ്ങിയ വേദന സാധാരണ 40 ടൺ യൂണിറ്റ് വേദനയാണ് ഒരാൾക്ക് താങ്ങാൻ കഴിയുന്നത്. അതിനേക്കാൾ അസഹ്യമായ നിന്റെ വേദന നിന്റെ കൈകളിൽ നിന്ന് തുടങ്ങി ഷോൾഡറിലെത്തി. ആ ഷോൾഡറിൽ നിന്ന് നിന്റെ വേദന പതുക്കെ നിന്റെ ഹൃദയത്തിലെത്തിയാൽ, നെഞ്ഞത്തേക്ക് ഇറങ്ങിയാൽ, മോനെ
ഉറപ്പിച്ചോ, ഇത് നിന്റെ അവസാനമാണ്. എനിക്ക് കുമ്പസാരത്തിന് അവസരമില്ല. ഹുങ്കാരങ്ങൾ നിന്ന് പോയി, ധിക്കാരങ്ങൾ നിന്ന് പോയി, അസ്തമിച്ചു പോയി. അവസാനത്തെ ശ്വാസവും ഉച്ഛസിച്ചാൽ പിന്നെ നിന്റെ വായിൽ കൂടി ആത്മാവിനെ വലിക്കുന്നു. നിന്റെ മൂക്കിന്റെ ദ്വാരങ്ങൾ വികസിക്കുന്നു, വാ പൊളന്നു വരുന്നു, അതിലൂടെ മലക്ക് വലിച്ചെടുക്കുന്നു. നിന്റെ ചങ്കടയുന്നു. ഒരു തുള്ളി വെള്ളം പോലും ഉള്ളിലേക്ക് ഇറങ്ങാത്ത രൂപത്തിൽ നിന്റെ ചങ്കടഞ്ഞാൽ, ആത്മാവ് പുറത്തേക്കെടുത്താൽ ആത്മാവ് കിടന്ന് കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കും. അസ്വാദിഖുൽ മസ്തൂക്ക് റസൂലുള്ളാഹ്. ഇതാണ് എനിക്ക് അനുഭവിക്കാനുള്ളത്, ഇതാണ് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളത്. അല്ലാ അല്ലാ അക്സിറൂ മിൻ ദിക്രി ആദിമിൽ ലദ്ദാത്ത് മാ ശൈഉൻ ഫീഹി ഇല്ലാ കസറ വലാ കസീറുൻ ഫീഹി ഇല്ലാ ഖല്ലല. ആരെല്ലാം ഇതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ അവന് പലതും പലതും അധികരിക്കുന്നത്, പലതും പലതും കുറയുന്നത്. ഈ ദുനിയാവിനോടുള്ള ആർത്തിയും ഈ ദുനിയാവിലെ സുഖലോലുപതയോടുള്ള അവന്റെ താല്പര്യവും ഇതുകൊണ്ട് കുറയുന്നത്. ആഖിറത്തെ കുറിച്ചുള്ള ബോധവും ആഖിറത്തെ കുറിച്ചുള്ള സ്മരണയും അധികരിക്കുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് മരണം തുടക്കം എന്ന് പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ടിനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അള്ളാഹു പറഞ്ഞു, ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബ്. ഇനിയാണ് കൃത്യമായ കണക്ക് ചോദിക്കാൻ പോകുന്നത്. എന്നാ കണക്ക് അപ്പൊ തുടങ്ങൂല. മരിച്ച അപ്പൊ തുടങ്ങൂല. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തി സഹോദരന്മാരെ, കൂടുതൽ പറയാൻ കഴിയില്ല. വളരെ പ്രയാസമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്താൽ, ഈ ആത്മാവ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവാണെങ്കിൽ അത് ഏറ്റുവാങ്ങാൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ എത്തുന്നുണ്ട്. മലക്കുകൾ സ്വർഗത്തിൽ നിന്ന് തൂവാല കൊണ്ട് വരുന്നുണ്ട്. തൂവാലയിൽ അത് പൊതിയുന്നുണ്ട്. പൊതിഞ്ഞിട്ട് ആയിരക്കണക്കിന് മലക്കുകൾ കൈമാറി കൈമാറി മേൽപോട്ടുയർത്തുന്നുണ്ട്. കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റബ്ബിൽ നിന്ന് വന്നതാണ്, റബ്ബിലേക്ക് മടങ്ങുകയാണ്. റബ്ബിൽ നിന്ന് വന്നതാണ് ആത്മാവ്, റബ്ബിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോ ഈ ആത്മാവിൻ്റെ കൂടെ വേറെ രണ്ട് സാധനം വെക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ? എനിക്കും നിങ്ങൾക്കും പ്രായപൂർത്തിയെത്തിയ അന്ന് മുതൽ നമ്മുടെ ഇടത്തും വലത്തും രണ്ട് മലക്കുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതേ, നമ്മുടെ ജീവിതം മുഴുവനും അതിൽ ഒപ്പിയെടുക്കുന്നുണ്ട്. നമ്മുടെ സർവപ്രവർത്തനങ്ങളും ഒപ്പുന്നുണ്ട്. ഒരു CCTVയിൽ പകർത്തുന്നത് പോലെ നമ്മുടെ ജീവിതം മുഴുവനും ഈ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ആ ക്യാമറയിൽ പകർത്തിയിട്ടുള്ള ആ ചെറിയൊരു മെമ്മറി ഉണ്ട്. ആ മെമ്മറി ശരീരത്തിൽ നിന്നെടുത്തിട്ട് ഈ ആത്മാവിൻ്റെ കൂടെ വെക്കുകയാ. എന്തിനാണത്? സുബ്ഹാനല്ലാഹ്. ഈ റഖീബ് അത്തീദ് എന്ന മലക്ക് അല്ലാഹുവിനോട് ഓരോ മനുഷ്യന്റെയും കൂടെയുള്ള മലക്കുകളാണ്. ആ മനുഷ്യൻ മരിച്ചാൽ മലക്കിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി എന്തു ചെയ്യണം? ഈ മെമ്മറി എടുത്ത് ആത്മാവിന്റെ കൂടെ വെച്ച് ഈ മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത് ഈ മലക്കുകൾ കാവലാ. ഒരാള് തലക്ക് ഭാഗത്തും മറ്റേയാള് കാലിന്റെ ഭാഗത്തും നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഈ
ആത്മാവിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന മെമ്മറിയുമായി മലക്കുകൾ ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ ആകാശത്തിൻ്റെ കവാടങ്ങളിലൊക്കെ പ്രത്യേകം കാവൽക്കാരുണ്ട്. ഹബീബായ തങ്ങൾ പറയുന്നു, ആ ഓരോ ആകാശത്തിൻ്റെയും കവാടത്തിങ്കിൽ നിന്ന് ചോദിക്കാതെ മേൽപോട്ട് കടത്തി വിടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ ആകാശാരോഹണം നടത്തിയപ്പോൾ ഓരോ ആകാശത്തും ചോദിച്ചിട്ടുണ്ട്, അതാരാണ്? ഇത് ജിബ്രീലാണ്. കൂടെ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ അനുവാദമില്ലാതെ ഒന്നും മേൽപോട്ട് കയറുകയില്ല. ഈ ആത്മാവുമായി അങ്ങ് ചെല്ലുമ്പോൾ ആകാശത്തിന്റെ കവാടത്തിലുള്ള മലക്കുകൾ ചോദിക്കുന്നു, ഇതാരാ? ആ മലക്കുകൾ പരിശോധിക്കുന്നുണ്ട്. ഒന്നാം ആകാശത്തെ പാറാവുകാരനാകുന്ന മലക്ക് നോക്കുന്നത് ഈ മനുഷ്യന്റെ അനുഷ്ഠാനങ്ങളല്ല, കർമ്മങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ വിശ്വാസമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വിശ്വാസങ്ങൾ ക്ലിയറാണോ? ഈ ആത്മാവിനെ മേൽപോട്ട് പ്രവേശിപ്പിക്കുന്നു, തൊട്ടടുത്ത ആകാശത്തേക്ക് സെലക്ട് ചെയ്യുന്നു. വിശ്വാസം ക്ലിയർ അല്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് അതാ മലക്കുകൾ നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും വിശ്വാസമില്ല, അല്ലാഹനെ അറിയില്ല, മുത്തുനബിനെ അറിയില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വിശ്വാസങ്ങളൊന്നുമില്ല. ആ വിശ്വാസങ്ങളില്ലാത്ത മനുഷ്യനെ അവന് വേണ്ടി ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടൂല. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറൂ അൻഹാ ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ. അല്ലാഹുവിന്റെ ആയത്തുകളെയും അല്ലാഹുവിനെ കുറിച്ച് അറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളെയും തള്ളിപ്പറഞ്ഞ അഹങ്കാരികളായി ജീവിച്ചവരുടെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടം തുറക്കപ്പെടൂല. അവരാത്മാവ് ഒന്നാം ആകാശത്തിന്റെ പാറാവുകാരൻ മലക്ക് വാങ്ങിയിട്ട് താഴേക്ക് വലിച്ചെറിയുന്നതാ. അത് സിജ്ജീനിലെത്തുന്നതാ. സിജ്ജീനടിയില, നരകവും അടിയില. എത്ര കണ്ട് താഴേക്ക് പോകുന്നു, അതിഭയങ്കരമായ ചൂടാ. എത്ര കണ്ട് മേൽപോട്ട് പോകുന്നു, അതിശക്തമായ തണുപ്പ് തന്നെയാ. ഇരിക്കട്ടെ, ഓരോ ആകാശത്തിലും അങ്ങനെ ചോദിക്കപ്പെടും. രണ്ടാം ആകാശ നിസ്കാരത്തെ കുറിച്ച് ചോദിക്കപ്പെടും. മൂന്നാം ആകാശ സക്കാത്ത് ചോദിക്കപ്പെടും. നാലാം ആകാശത്ത് നോമ്പ് ചോദിക്കപ്പെടും, ഹജ്ജ് ചോദിക്കപ്പെടും. ആറാം ആകാശത്ത് സൽക്കർമ്മങ്ങളെ നന്മ കൽപ്പിച്ചതും തിന്മ കൽപ്പിച്ച് തടഞ്ഞതും ചോദിക്കപ്പെടും. ഈ ഏഴാം ആകാശത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പരിശോധിക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങളോ, സ്വഭാവമാണോ? അവനെ മേൽപോട്ട് കയറ്റിവിടും. റബ്ബിന്റെ തിരുസവിധത്തിലെത്തും. റബ്ബിന്റെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ പാപങ്ങളൊക്കെയും റബ്ബ് പൊറുക്കും, വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യും. റബ്ബ് കാരുണ്യവാനാ, റബ്ബ് വല്ലാത്ത ദയാലുവാ. അതുകൊണ്ട് റബ്ബിന്റെ തിരുസവിധത്തിലെത്തിയ ആത്മാക്കളെ അല്ലാഹു സ്വീകരിക്കുന്നു, പാപം പൊറുക്കുന്നു, അഫ്വ് ചെയ്യുന്നു, രക്ഷപ്പെടുന്നു. പക്ഷേ റബ്ബിന്റെ മുമ്പിലെത്താൻ ഈ കടമ്പകൾ മുഴുവനും കടക്കണേ. ഈ കടമ്പകളിലൊക്കെ പരിശോധിക്കുന്നത് റബ്ബിന്റെ മലക്കുകളോ.
മനുഷ്യന്റെ വികാരമോ മനുഷ്യനെ കുറിച്ചുള്ള വിചാരമോ സങ്കടങ്ങളോ ദയകളോ മലായിക്കത്തിനില്ല. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പ്രവർത്തിക്കാനല്ലാതെ മറ്റൊന്നും മലക്കുകൾക്കറിയൂല. ഇതിനാണ് നിസ്കരിക്കുന്നത്, ഇതിനാണ് നോമ്പെടുക്കുന്നത്, ഇതിനാണ് ധർമ്മം കൊടുക്കുന്നത്, ഇതിനാണ് മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഒക്കെ പരിശോധകർ റബ്ബിന്റെ മലക്കുകളാ. അള്ളാഹു പരിശോധിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാ. നിനക്ക് ആത്മാർത്ഥതയുണ്ടോ, ഇഖ്ലാസ് ഉണ്ടോ? അത് മലക്കുകൾക്കറിയൂല. ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോ അതിനകത്തുള്ള ഇഖ്ലാസ്, അവന്റെ ഹൃദയത്തിന്റെ സാന്നിധ്യം, അത് മലക്കുകളുടെ ദൃഷ്ടിയിൽ പെടൂല. അത് റബ്ബ് പരിശോധിക്കുന്നതാ. റബ്ബിന്റെ അരികിൽ എത്തിക്കഴിഞ്ഞ് അതേ സ്പീഡിൽ ആത്മാവ് തിരിച്ചു വരുന്നു. ഡെഡ് ബോഡിയുടെ സമീപത്തെത്തുന്നു, ഡെഡ് ബോഡിയുടെ സമീപത്ത് നിൽക്കുന്നു. കുളിപ്പിക്കുന്നിടത്ത് ഹാജരാകുന്നു, കഫൻ ചെയ്യുന്നിടത്ത് ഹാജരാകുന്നു, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഹാജരാകുന്നു, മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ നിൽക്കുന്നു. അവസാനം മയ്യത്ത് മറവ് ചെയ്താൽ ആ ഖബറിൻ പുറത്ത് ആത്മാവ് നിൽക്കുന്നു. ആത്മാവിനോട് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു, ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. മുഅ്മിനീങ്ങൾക്ക് അത് ഉപകരിക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതൊക്കെ ആത്മാവിനോടാണ്. ഖബർ ആത്മാവോ ഖബറിന്റെ പുറത്താണ്, ഉള്ളിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാക്വത്ത് നന്നാക്കി തെരുമാറാവട്ടെ. അമീൻ. അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ ഇത് അവസാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു. എല്ലാവരും ടിൻ കലക്ഷൻ നന്നായിട്ട് കൊടുക്കി. ഞാൻ സലാത്തിൽ ദുആ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഭയങ്കര ചുമയാണ്. ഞാൻ പറഞ്ഞ യാത്ര കഴിഞ്ഞ് വന്നുകൊണ്ട് പിന്നെ ചുമയാണ്, നെഞ്ഞുവേദനയാണ്, അസുഖമാണെന്നൊക്കെ പറഞ്ഞ് ഏറ്റ വേദന വരാതിരുന്നാൽ നിങ്ങളെന്താ പറയുക? അത് അയാൾ അങ്ങനെ തന്നെയാണ്. അത് മേടിച്ചിട്ട് വന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഇനി അല്ലാഹ് നമുക്ക് പറയാനുള്ളത്, അവിടുന്ന് അങ്ങോട്ട് മരണം തുടക്കമാണ്. എന്തിൻ്റെ തുടക്കം? ചെയ്തതിൻ്റെ പ്രതിഫലത്തിൻ്റെ ലഭിക്കുന്നതിൻ്റെ തുടക്കമാണ്. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉറപ്പിച്ച് ഞാൻ പറയാം. എല്ലാവർക്കും ആ ബോധം വേണം. അതൊന്നുമല്ല, എന്ത് ബോധം വേണം? فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ജീവിതത്തിൽ എപ്പോഴെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം അവൻ അനുഭവിക്കും. അത് മുഅ്മിനാണെങ്കിലേ മരിച്ചതിന് ശേഷം കിട്ടൂ. നമ്മൾ കാലച്ചെറുപ്പത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാറില്ലേ? ഒരു മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും ചൊല്ലും ബിസ്മി. വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലണം, പള്ളിയിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം, വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി 3 വട്ടം ചൊല്ലണം, 3 ഇറക്കാക്കി കുടിക്കണം. ഓരോ ഇറക്കിനും ബിസ്മി ചൊല്ലണം. ഓരോ ഇറക്ക് കഴിയുമ്പോഴും അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം. ഏത് വെള്ളം കുടിക്കുമ്പോഴും 3 ഇറക്കാക്കി കുടിക്കണം. പാലൊഴിച്ച് പാലൊറ്റ ഇറക്കായി കുടിച്ചാലും കുഴപ്പമില്ല, ബാക്കി വെള്ളമൊക്കെ 3 ഇറക്കാക്കി കുടിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മി അല്ലാതിരുന്നാൽ, ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും, ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലണം. അല്ലെങ്കിൽ അതിലൊക്കെ പിശാച് പങ്കെടുക്കും. നിന്റെ ഭക്ഷണത്തിൽ നിന്റെ കൂടെ പിശാച് കഴിക്കും. വീട്ടിലേക്ക് ബിസ്മി ചൊല്ലാതെ കയറിയാൽ കൂടെ പിശാച് കിടക്കും. അതേപോലെ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മി അല്ലെങ്കിൽ നിന്റെ കൂടെ പിശാച് കുടിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി അല്ലെങ്കിൽ കൂടെ പിശാച് കഴിക്കും. ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മി ഇല്ലെങ്കിൽ നിന്റെ ലൈംഗികമായിരിക്കുന്ന ആ പ്രവൃത്തിയിൽ പിശാച് പങ്കെടുക്കും. അതിൽ ജനിക്കുന്ന മക്കൾ നിന്റെ മക്കൾ മാത്രമല്ല, പിശാചിന്റെയും കൂടി മക്കളാണ്. വശാരിക്കും ഫിൽ അംവാലി വൽ ഔലാദ്. ബിസ്മി അല്ലാത്ത മക്കളിൽ പിശാച് പങ്കുകൂടും. അതുകൊണ്ടാ പലപ്പോഴും നല്ല വാപ്പാരും നല്ല ഉമ്മാരും അവരെ മക്കൾ മോശമായി പറഞ്ഞു കേൾക്കാത്തത്. കാരണം അവരെ മാത്രം മക്കളല്ല, ശൈത്താന്റെയും കൂടി മക്കളാണ്.
ഖദിമൂലി അൻഫുസിക്കും എന്ന ആയത്തിന് തഫ്സീറിൽ കാണാം, ബിസ്മി ചൊല്ലാതിരുന്നാൽ നിനക്ക് പിറക്കുന്ന മക്കൾ നിന്റേത് മാത്രമല്ല, നിന്നേക്കാൾ കൂടുതൽ ആ മക്കളിൽ സ്വാധീനം പിശാചിനായിരിക്കും. അതുകൊണ്ട് ബിസ്മി എപ്പോഴും ചൊല്ലണം. സുബ്ഹാനല്ലാഹ്. ആ ബിസ്മിയുടെ അർത്ഥം എന്താണ്? അർ റഹ്മാൻ. അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും, വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഒക്കെ ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ ചൊരിയുന്നവൻ, ഈ ലോകത്ത് ഭക്ഷണം കൊടുക്കുന്നവൻ, ഈ ലോകത്ത് വെച്ച് ആരോഗ്യം കൊടുക്കുന്നവൻ, ഈ ലോകത്ത് വെച്ച് കണ്ണിന് കാഴ്ച കൊടുക്കുന്നവൻ, ഈ ലോകത്ത് വെച്ച് മസിൽ പവർ കൊടുക്കുന്നവൻ, ഈ ലോകത്ത് വെച്ച് കൊണ്ട് ബുദ്ധി കൊടുക്കുന്നവൻ, ഈ ലോകത്ത് വെച്ച് എല്ലാം കൊടുക്കും. അത് വിശ്വസിച്ചവരുന്നോ വിശ്വസിക്കാത്തവരുന്നോ വേർതിരിക്കാതെ കൊടുക്കും. അതേ സമയത്ത് റഹീം വിശ്വസിച്ചവർക്ക് മാത്രമേ ആഖിറത്തിൽ കൊടുക്കൂ, മരണത്തിന് ശേഷം കൊടുക്കൂ. പാപം പൊറുക്കുക എന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, അത് വിശ്വസിച്ചവർക്ക് മാത്രമാണ്. സ്വർഗപ്രവേശം അത് വിശ്വസിച്ചവർക്ക് മാത്രമാണ്. അതുകൊണ്ട് ഈ അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ വെച്ച് ഖൈറും അതിന്റെ പ്രതിഫലം അവനെത്തിക്കും. പക്ഷെ ഒരു കാര്യം, അണുമണി തൂക്കം ശർറ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരാൾ ദുൽമ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും പലിശ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തൻ്റെ ഭാര്യയെ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തൻ്റെ ശിഷ്യൻ അറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ തഅദീബിനേക്കാൾ കൂടുതലായിട്ട് മക്കളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, മക്കളാണെന്ന് കരുതി മക്കളെ ഒരാൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ശിഷ്യന്മാരാണെന്ന് കരുതി ശിഷ്യന്മാരെ ഒരാൾ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, ശിഷ്യന്മാരാണെന്ന് കരുതി ശിഷ്യന്മാരൊരാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ, അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അണുമണി തൂക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ അനുഭവിക്കേണ്ടി വരും. എവിടെയെങ്കിലും വെച്ച് അനുഭവിക്കേണ്ടി വരും, അതിൽ സംശയം ഇല്ല. സ്വർഗത്തിലേക്കുള്ളവൻ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവൻ ചെയ്ത ശർ അനുഭവിച്ചിട്ടേ പോകൂ. നരകത്തിലേക്കുള്ളവർ നരകത്തിലേക്ക് പോകുകയാണെങ്കിൽ അവർ ചെയ്തതിന് അനുഭവിച്ചിട്ടേ പോകൂ. നമ്മളേതായാലും നരകത്തിൽ കാണുന്ന അങ്ങനെ വിടൂല. അത് മഹ്ശറിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്, വിചാരണ അറിയാത്തത് കൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബി വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, എനിക്കൊരുപാട് അടിമകളുണ്ട്, അവരെന്റെ ഖാദിമീങ്ങളാണ്, എൻ്റെ അടിമകളാണ്. ഞാൻ പലപ്പോഴും അവർ എന്നെ വഞ്ചിക്കുന്നു, പരസ്പരം അവർ എന്നോട് കളവ് പറയുന്നു, പലപ്പോഴും അവർ എന്നെ പല വിധത്തിൽ വഞ്ചിക്കുന്നു. ഞാൻ അവരെ നന്നായിട്ട് ശകാരിക്കുന്നു, ഞാൻ അവരെ ശിക്ഷിക്കുന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് വിചാരണ ചെയ്യുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി പച്ചക്ക് പറഞ്ഞു, നീ അവരെ ശിക്ഷിച്ചതും അവർ നിന്നോട് ചെയ്തിരിക്കുന്ന തെറ്റും രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർ അർഹിക്കുന്ന ശിക്ഷയേക്കാൾ കൂടുതലാണ് നീ അവരെ പറഞ്ഞതെങ്കിലേ, അതിന് കൂടുതലാണ് നീ അവരെ ചീത്ത വിളിച്ചതെങ്കിലേ, അതിന് കൂടുതലാണ് നീ അവരെ വേദനിപ്പിച്ചതെങ്കിൽ കൃത്യമായി പടച്ച റബ്ബ് നിന്നോട് അതിന് കണക്ക് ചോദിക്കും. ഖിസാസ് എടുക്കും, ഉറപ്പാണ് മക്കളെ. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ശിഷ്യന്മാരാണെങ്കിലും ആരാണെങ്കിലും ശരി, ഓരോരുത്തർക്കും അർഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അണുമണി തൂക്കം ദുൽമ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ചെങ്കിലും നിന്നോട് കണക്ക് തീർക്കും. അല്ലാഹു പാപങ്ങൾ പുറത്തു തന്നാൽ ഒരുപക്ഷെ നരകത്തിലേക്ക് നിന്നെ ശിക്ഷിക്കൂല എന്ന് മാത്രം. അതിന്റെ മുമ്പ് എവിടെയെങ്കിലും വെച്ച് നിന്നോട് കണക്ക് തീർക്കാതിരിക്കൂല. അത് ഹജ്ജ് ചെയ്തപ്പൊക്കെ പുറത്തുപോയി, ഉംറ ചെയ്തപ്പൊക്കെ പുറത്തുപോയി, റമദാൻ നോമ്പ് കൊണ്ടൊക്കെ പുറത്തുപോയി, വെള്ളിയാഴ്ച കൊണ്ടൊക്കെ പുറത്തുപോയി, അതുകൊണ്ട് രക്ഷപ്പെട്ടു. മനസ്സിലാക്കണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകശിക്ഷയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുമെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിന്നോട് കണക്ക് തീർക്കാതിരിക്കില്ല. അത് ഭയങ്കരമാണ്. അല്ലാഹുവിന്റെ ഹിസാബ് അറിയണം. ഇന്ന ഇലൈനാ സുമ്മ ഇന്ന അലൈനാ ഹിസാബുഹും, കൃത്യമായി നമ്മൾ കണക്ക് ചോദിക്കും. പ്രവാചകന്മാരോട് വരെ നമുക്ക് ചോദിക്കാനുണ്ട്, ഓരോരുത്തരോടും നമുക്ക് ചോദിക്കാനുണ്ട്, മലക്കുകളോട് ചോദിക്കാനുണ്ട്, മൃഗങ്ങളോട് ചോദിക്കാനുണ്ട്, നിർജീവ വസ്തുക്കളോട് ചോദിക്കാനുണ്ട്, ലൗഹുൽ മഹ്ഫൂദിനോട് ചോദിച്ച് ഞെട്ടിക്കാനുണ്ട്, സർവ്വകളോട് പടച്ച റബ്ബ് ചോദിക്കും. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. ആ ബോധത്തോടുകൂടെ നിങ്ങൾ ജീവിക്കുക. ഇതാണ് വിശുദ്ധ ഖുർആൻ 6000-ൽ ചില്ലാനം ആയത്തുകൾ അവതരിപ്പിച്ച് മുത്തുനബി വഫാത്താകുന്നതിന്റെ
ഏതാനും 14 ദിവസങ്ങൾക്കും അവസാനത്തായത്തിറങ്ങിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങളെ മടക്കി വിളിക്കുന്ന ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. ഓരോ ശരീരത്തിനും ആ ശരീരം പ്രവർത്തിച്ചതിന് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, അണുമണി തൂക്കം അക്രമം ചെയ്യപ്പെടൂല. ചെയ്ത നന്മയ്ക്ക് പ്രതിഫലം തടഞ്ഞു വെച്ചുകൊണ്ടോ ചെയ്യാത്ത തെറ്റുകൾക്ക് ശിക്ഷിച്ചുകൊണ്ടോ ഒരാളോടും ദുൽമ ചെയ്യുകയില്ല. കൃത്യമായിട്ട് കണക്ക് ചോദിക്കും. ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധം വേണം. ആ ബോധത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇജാബത്തുള്ള മജ്ലിസ് അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ദുർബല നിമിഷത്തിൽ പിശാചിന്റെ വശംവദരായി ചെയ്തു പോയ പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തില്ല സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.